ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർജിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹെയർജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇന്ന് വന്നിട്ടുണ്ട്. ഇതാണ്. ഹൈറിച്ചിൻ്റെ MD ആയിരുന്ന പ്രതാപനെ ഈ മാസം 3-ാം തീയതി PMLA കോടതി, എറണാകുളത്തുള്ള PMLA കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 16 മാസത്തോളമായി അദ്ദേഹം റിമാൻഡിലാണ്. അതുപോലെ തന്നെ നിരവധി കേസുകൾ ഒത്തുതീർപ്പായി. അതുപോലെ കോടതി സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് എന്നുള്ള വാദങ്ങളാണ് നമ്മുടെ പ്രഗത്ഭരായ വക്കീലന്മാർ കോടതിയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കേസുകൾ സെറ്റിൽ ചെയ്യുന്നതിന് പ്രതാപൻ അത്യന്താപേക്ഷിതമാണ്. പ്രതാപൻ പുറത്തിറങ്ങിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് പണം കൊടുത്ത് കേസുകൾ സെറ്റിൽ ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെയാണ് കോടതിയിൽ കോരം ഹൈറിച്ചിന് വേണ്ടി വക്കീലന്മാർ വാദിച്ചത്. അത് ഓർഡറിലുള്ളതാണ്. ഞാൻ അവിടുത്തെ വാദങ്ങളൊന്നും കണ്ടില്ല. പക്ഷേങ്കിൽ നമ്മുടെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഓർഡറിൽ ഇതൊക്കെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതിൽ ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ബന്ധു 10 ലക്ഷത്തിൻ്റെ ജാമ്യം അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു മകനുള്ളത് കൊണ്ട് പ്രതാപൻ്റെ അച്ഛൻ ഇപ്പോൾ എല്ലാ ദിവസവും കോടതി കയറി ഇറങ്ങുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. നടന്ന് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് തയഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ 2 മാസത്തോളമായി അദ്ദേഹം വിവിധ കോടതികളിൽ പോയി ജാമ്യം എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട്. കേസ് ഇങ്ങനെ പുതുതായി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും ഉണ്ട്. എന്തായാലും ഈ ക്ലെയിം പെറ്റീഷനും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ആ പണം ലഭിക്കണമെങ്കിൽ FIR നിർബന്ധമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ FIR ഇടുന്നത്. പിന്നെ കമ്പനിക്ക് വേണ്ടി ഘോരം വാദിച്ച ആൾക്കാർ പോലും കമ്പനിയുടെ ഭാഗത്ത് ഒരു പേപ്പറും ഇല്ല എന്ന് പറഞ്ഞ് പുതുതായി രംഗത്ത് വരുന്നുണ്ട്. പക്ക മണി ചെയിനാണ്. ഒരു പേപ്പറും ഇല്ല എന്നുള്ളത് മാത്രമല്ല കമ്പനി ചെയ്ത തെറ്റ്. കമ്പനി എങ്ങനെയാണ് ഇതുപോലെയുള്ള ആൾക്കാർക്ക് കോടിപതികളാക്കിയത്? എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് കോടിപതികളാക്കിയത്? ഈ 3000 കോടി പിരിച്ചതിൽ നിന്ന് 230 ഒഴിച്ച് ബാക്കി ആയിരക്കണക്കിന് കോടികൾ എവിടെയാണ്? 2770 കോടി എവിടെയാണ്? 230 കോടിയൊക്കെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി കോടികൾ 2730 കോടി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത്, EDയുടെ നല്ലൊരു നീക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ED പറഞ്ഞിരിക്കുന്നത് ഇത് പ്രമാദമായ ഒരു കേസാണ്. ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ നിക്ഷേപകർക്ക് പണം കൊടുക്കുകയല്ല, ഈ ഒളിപ്പിച്ചു വെച്ച പണം അല്ലെങ്കിൽ നിക്ഷേപകരെ തന്നെ ഭീഷണിയാണ്, നിക്ഷേപകർക്ക് തന്നെ ഭീഷണിയാണ്. ഇദ്ദേഹം 2000-ത്തിലധികം പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് EDയുടെ മുഖ്യമായിട്ടുള്ള വാദങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഈ പണം ഇട്ടിട്ട് 2 വർഷത്തെ പലിശ വാങ്ങിയിരിക്കുന്ന നിങ്ങൾക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെ പോയി? ചുരുങ്ങിയത് 9,020 ആൾക്കാരിൽ നിന്ന് OTT വാങ്ങിയിട്ടുണ്ട്. ആ OTT വാങ്ങിയ പണം തന്നെ 450 കോടി വരും. 450 കോടിയിൽ ബാങ്കിലുള്ളത് വെറും 200 കോടി മാത്രമാണ്, 212 കോടി മാത്രമാണ്. ബാക്കി എവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കമ്പനിക്ക് ജയ് വിളിക്കുകയും കമ്പനി മുതലാളിയുടെ റീൽസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും സമയമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിക്കണം, ബാക്കി എവിടെ പോയി? ജിനിൽ കൊണ്ടുപോയതാണോ, അല്ലെങ്കിൽ ഷബീബ് ഷാ കൊണ്ടുപോയതാണോ, മറ്റേ ഒരു ദീപേഷ് തിരൂർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടാവുമോ ഇത്രയും ആയിരക്കണക്കിന് കോടികൾ? അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ലീഡർമാരുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണങ്ങളൊക്കെ എന്താണ് എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ, പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ, ആരുടെയെങ്കിലും തട്ടുംപുറത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുകയുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്ന് ഒരു സ്ത്രീയെ ബന്ധപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് മകനെ സെറിബ്രൽ പൾസി എന്നുള്ള രോഗമാണ്. ആ രോഗം ജന്മനായുള്ള രോഗമാണ്. ഇങ്ങനെയുള്ള രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് നടക്കാൻ പോലും പറ്റില്ല.
മുഴുവൻ സമയവും ആരെങ്കിലും പരിചരണം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിച്ച കഴുകന്മാർ, കഫന്തീനികൾ പോലും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് പോലും 5 പൈസ തിരിച്ചു കൊടുക്കാൻ ഇവന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ആൾക്കാർ തയ്യാറാവാത്തത്? ഇതുപോലെ നിങ്ങൾ പ്രതികരിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ അതോറിറ്റീസിൻ്റെ അടുക്ക പരാതിയായിട്ട് പോകുന്നില്ല, ഈ പണം വാങ്ങിയ ലീഡർമാരുടെ പക്കൽ നിങ്ങൾ പോകുന്നില്ല. പിന്നെ എന്തിന് നിങ്ങൾക്കൊക്കെ പണം തരണം? അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ പ്രതികരിച്ച് തുടങ്ങണം. നിങ്ങളുടെ പണം വാങ്ങിയവരുടെ വീട്ടിലേക്ക് പോകണം. നിങ്ങൾ പരാതിയുമായിട്ട് കളക്ടറെടുക്ക പോകണം, FIR ഇടണം എന്ന് തന്നെയാണ്. 2 വർഷം നിങ്ങൾ പാഴാക്കി കളഞ്ഞു. ഇനി വെറും 1 വർഷം കൂടി മാത്രമേ ഈ പരാതികൾക്ക് നിയമ പരിരക്ഷ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത്, ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഇതുപോലെയുള്ള പണം നഷ്ടപ്പെട്ട കേസുകളിൽ പരാതി 3 വർഷത്തിനിടയ്ക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു തീയതി എന്ന് പറയുന്നത് ഡിസംബർ 7 2023 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 2026 ഡിസംബർ 7 വരെ മാത്രമേ ഇതിനെതിരെ പരാതി പറയാൻ ഉള്ള നിയമപരമായിട്ടുള്ള അവകാശം ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് 1 വർഷം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ പരാതി നൽകിക്കഴിഞ്ഞാൽ ആ പരാതിയുള്ള നടപടികൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ പരാതിയുമായിട്ട് ഒരു കോടതിയിലും ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കളക്ടർ അടുക്കുകയും പോയിട്ടും കാര്യമില്ല. കാരണം ഇതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞു. നിങ്ങൾക്കതിൽ പരാതിയില്ല എന്നാണ് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കുക. നിയമപരമായിട്ട് ഈ നമ്മുടെ ലിമിറ്റേഷൻ ആക്ട് പ്രകാരമൊക്കെ 3 വർഷമാണ് ഇത്തരം ക്ലെയിമുകളുടെ മാക്സിമം. ഒരു കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് ആ പണം നഷ്ടപ്പെട്ടതിന് ശേഷം ഉള്ള 3 വർഷ കാലാവധിയാണ്. അത് നിങ്ങൾ കേസ് തീർന്നിട്ട് കാത്തിരിക്കുക. കേസ് തീർന്നിട്ട് നമ്മൾ ബഡ്സിലാണോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുക്കുക എന്ന് കരുതരുത്. കേസ് വേറെ, പക്ഷേങ്കിൽ കമ്പനി പൂട്ടിയത് വേറെ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കേസിൻ്റെ കാര്യങ്ങളാണ്. കേസ് ED പ്രതാപിനെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 15-ാം തീയതിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ആദ്യത്തെ ഹിയറിംഗ് നടന്നു കഴിഞ്ഞു. CS ഡയസ് സാറിൻ്റെ ബെഞ്ചിലാണ് ഈ കേസുള്ളത്. നമുക്കറിയാം, CS ഡയസ് സാറാണ് ഇവരുടെ ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഈ കമ്പനിയുടെ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു കേസ് സഹായകമാകും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് പ്രതാപിന് നോട്ടീസ് അയക്കുക എന്നുള്ള കാര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മിസലേനിയസ് ആപ്ലിക്കേഷൻ കൂടി ED ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റേ ചെയ്യണം, ഈ ബെയിൽ ക്യാൻസൽ ചെയ്യണം, അതിലെ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലെ തീരുമാനം ഇവരുടെ കൗണ്ടർ അഫിഡവിറ്റ് അഡ്മിറ്റഡ്, ഇഷ്യൂ നോട്ടീസ് ടു R1, ഫയൽ കൗണ്ടർ അഫിഡവിറ്റ്. എന്തെങ്കിലും കൗണ്ടർ അഫിഡവിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ ബെയിൽ ക്യാൻസലേഷനിൽ തീരുമാനം ഉണ്ടാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ അടുത്ത കേസ് വന്നിരിക്കുന്നത് 16/12-നാണ്. 16/12-നാണ് ഈ ബെയിൽ ക്യാൻസലേഷൻ കേസ്. അപ്പോൾ 24-ാം തീയതി ബഡ്സിൻ്റെ കേസുണ്ട്. അതിന് ശേഷം മറ്റ് കേസുകളൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുകയാണ് പ്രതാപിൻ്റെ ജാമ്യം. ബൈ.